ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് എഞ്ചിൻ ഓയിൽ മാറ്റണം, അത് ജനറൽ സർവീസ്, വാട്ടർ സർവീസ് ചെയ്യണം. പെട്രോളിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, പിന്നെ അത് കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഡാം കവർ മാറ്റണം, ഓൾറൗണ്ട് ഗാർഡ്, ബ്രേക്ക് സ്വിച്ച്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ അവർക്ക് കേട്ടോ. ഓൾറൗണ്ട് ഗാർഡ് നമുക്കിത് ഇവിടെ പൊട്ടിപ്പോയേക്കണം, അതായത് സെപ്പറേറ്റ് ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു ക്ലിപ്പ് ഇട്ട് പിടിപ്പിച്ച് നമുക്കിവിടെ ബലപ്പെടുത്താം. സ്റ്റീൽ റാഡ് ഇട്ട് വെൽഡ് ചെയ്താലാണ് നിൽക്കുള്ളൂ. നമുക്കിവിടെ അടുത്ത് സ്റ്റീൽ റാഡ് വെൽഡിങ് ചെയ്ത് തരാറില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിപ്പിട്ട് പിടിപ്പിക്കാം, അതാണ് നമുക്കിപ്പോൾ നടക്കുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക് ബാക്കിലത്തെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്, അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടാം. പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലും നോക്കി നല്ല ഓയിലാണ് കേട്ടോ. അതേപോലെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം, തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ നമ്മൾ ഓരോ പാർട്സുകളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, പീസെറ്റ് സ്ലൈഡ്, ഇതേ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. നോർമൽ തേയ്മാനം ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള തേയ്മാനത്തിൻ്റേതായിട്ടുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതല്ലാണ്ട് കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനും അത്ര പെർഫെക്റ്റ് അല്ല, കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലോക്കൽ ചെറിയ ഓട്ടമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ബെൽറ്റ് നമുക്ക് തന്നെ ഇടാം, അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. ഇനി അത്യാവശ്യം നിങ്ങളുടെ ഓട്ടം ഓൾറെഡി വണ്ടി ഓടിക്കുന്ന കസ്റ്റമർക്ക് അറിയുള്ളൂ. അത്യാവശ്യം ലോഡ് വെച്ചൊക്കെ ഓടണമാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ നോക്കുക, ചെറിയ പൊട്ടലുകളുണ്ട്, അത് മാറ്റിക്കളയണമാണ് ഏറ്റവും സേഫ് കേട്ടോ. നമ്മുടെ ഇപ്പം നോർമലായിട്ടുള്ള ഓട്ടത്തിന് ഇത് മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്കുള്ള എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്തു, ചെറിയൊരു ഓയിൽ നനവുണ്ട്, എന്നാൽ കാര്യമായിട്ടുള്ള ലീക്കേജ് എന്നൊന്നും പറയാനില്ല. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു. ചോക്ക് കേബിൾ കംപ്ലൈൻ്റ് ഇല്ല, പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ കൈയോടെ മാറ്റിക്കളയാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ആക്സിലേറ്റർ റേസായിട്ട് വീണ്ടും നമ്മൾ അതിന് വേണ്ടി കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രീൻ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്, ബുഷ് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്, ഗ്രീൻ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്കിൻ്റെ ബുഷുകളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഫ്രണ്ട് വീൽ ബെയറിംഗ് ആയാലും കുഴപ്പമൊന്നുമില്ല, ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ടയർ നമ്മൾ മാറ്റേണ്ട സമയത്ത് റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു സൈഡ് തിരിവ് കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ടയർ. പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ സെൽഫ് അടിച്ചാവില്ല, അത് ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്, അത് മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, സ്പീഡോമീറ്റർ കേബിളും മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ ഫുൾ ടൈറ്റാണ്, നല്ല രീതിയിൽ ടൈറ്റായിട്ട്. അപ്പോൾ ഇത് ത്രെഡ് ഇങ്ങനെ വികസിച്ചേക്കുന്നതാണ്, രണ്ടാമത് തിരിച്ചത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ത്രെഡ് പോകും, അപ്പോൾ പ്ലഗ് മാറ്റി പുതിയതിടാം. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റൊക്കെ നല്ലതാണ്, ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ സർവീസിന് പുറമെ ജനറൽ സർവീസിന് പുറമെ വന്നവർക്ക് ആക്സിലേറ്റർ കേബിളാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരാം, ആക്സിലേറ്റർ കേബിൾ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ആക്സിലേറ്റർ കേബിളാണ് നമുക്ക് സർവീസിന് പുറമെ, ബാക്കിയത്തെ എല്ലാം സർവീസിൽ ഉൾപ്പെടുന്ന വർക്കുകളാണ്. പിന്നെ ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ ഇവിടെയും ഒരു ക്ലിപ്പിട്ട് പിടിപ്പിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കട്ടോ, റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. വൈകിട്ടത്തേക്ക് ആവുള്ളൂ, ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക്. ഓക്കെ.